നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഓക്കേ അല്ലേ? ആക്ച്വലി നമുക്ക് ഇന്ന് തന്നെ ഈ പാട്ട് ചെയ്തു തീർക്കണം. 3-4 കുട്ടികൾ നമ്മുടെ ലിസ്റ്റിലുണ്ടായിരുന്നതാണ്. പക്ഷേ അവരൊക്കെ വരാവുന്ന കണ്ടീഷനിലല്ല. താൻ ജസ്റ്റ് ഒന്ന് നോക്ക്. എനിക്ക് അവിടെ നിന്ന് കയറി നിൽക്കാനുള്ള ധൈര്യം പോലും ഇല്ല. അതും ശ്യാമ മാഡത്തിന്റെ കൂടെയൊക്കെ വേണ്ട സർ. കുട്ടിയുടെ കൂടെ ആരുണ്ട്? ഞാൻ വിനയ മാഡത്തിന്റെ കൂടെ വന്നതാ. മാഡം അവിടെ ഡബ് ചെയ്തോണ്ടിരിക്ക. എന്നാ നമുക്ക് വിനയ മാഡത്തിനോട് സംസാരിക്കാം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. രഞ്ജൻ, തന്റെയാണോ റെക്കോർഡിംഗ് നടക്കുന്നത്? അതെ മാഡം. സത്യം പറഞ്ഞാൽ ഞങ്ങൾ മാഡത്തെ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു. നമ്മുടെ കയ്യിൽ വോയിസ് മാത്രമേ ഉള്ളൂ, പാട്ടില്ല. ഞങ്ങൾക്കൊരു പാട്ടുകാരിയെ വേണ്ടത്. മാഡം, ശ്യാമ മാഡത്തിന്റെ സോങ്ങില് ഒരു പെൺകുട്ടിയുടെ പോർഷൻ ഉണ്ടായിരുന്നു. പെൺകുട്ടി ശരിയായില്ല. പക്ഷേ അതേ പാട്ട് ഈ കുട്ടി പാടുന്നത് ഞങ്ങൾ എല്ലാവരും കേട്ടു. ശരിക്കും? ഈ കുട്ടിയോട് ഒന്ന് പാടി നോക്കാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. എന്താ രാധികെ, എന്താ നോക്കാതെ? അയ്യോ മാഡം, എനിക്ക് അങ്ങനെ പറ്റൊന്നുമില്ല. അതൊക്കെ വലിയ വലിയ ആൾക്കാർ ചെയ്യുന്ന കാര്യല്ലേ. അതെ, പേടി കൊണ്ടാ ഇവളിങ്ങനെയൊക്കെ പറയുന്നേ. ചെയ്യിച്ചെടുക്കാവുന്ന രഞ്ജന് ധൈര്യമുണ്ടോ? പറ്റും മാം. എങ്കില് രാധിക പാടും. അയ്യോ മാഡം, ഞാൻ പറയുന്നതങ്ങ് കേട്ടാ മതി. രഞ്ജൻ, ഞാൻ ഇപ്പൊ രാധികയും കുട്ടി വരാം. നിങ്ങൾ നടന്നോളൂ. അയ്യോ മാഡം, മാഡം എന്ത് പണിയായി കാണിച്ചേ? അമ്പലത്തിലെ കുളക്കടവിലിരുന്ന് പാടുന്ന പോലെയാണോ സിനിമയിലൊക്കെ പാടുന്നത്? രഞ്ജനെ പോലുള്ള മ്യൂസിക് ഡയറക്ടറുടെ അടുത്തെ നിത്യേന എത്ര കുട്ടികളെ അവസരം ചോദിച്ച് ചെല്ലുന്നതെന്നറിയോ? എന്നിട്ട് അയാള് നിന്റെ ശബ്ദം മതിയെന്ന് പറയുമ്പോ അത് വേണ്ടെന്ന് പറയാ. എന്നാലും അതെ, നീ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ ജന്മം കൊണ്ടുപോലും തോറ്റുപോയവളാണ് എന്നൊക്കെ. അങ്ങനെയുള്ള ആളുകള് എപ്പോഴാ ജയിക്കാന്നറിയോ? മറ്റുള്ളവര് അംഗീകരിക്കാൻ തുടങ്ങുമ്പോഴാണ്. ഒരു പാട്ടുകാരിയുടെ വില എന്താണെന്ന് കൃത്യമായിട്ട് അറിയാമല്ലോ. ശ്യാമ മാഡത്തിനെ ഇത്രയും ആരാധിക്കുന്ന ആളല്ലേ. അവരുടെ കൂടെ ഒരു 4 വരി ആ പാട്ട് പോപ്പുലർ ആവുകയാണെങ്കില് അത്രയ്ക്ക് തന്നെ നീയും വളരും. അത് വേണ്ടേ? എന്നാ പാടാലോ അല്ലേ? മാഡം കൂടെ നിൽക്കോ? കൂടെ നിക്കാം. കുറച്ചു കഴിയുമ്പോ കൂടെ പാടണമെന്നും കൂടെ പറയരുത്. ഒരു പരിഭ്രമവും വേണ്ട. ഇത് ദൈവം നിനക്ക് വെച്ച് നീട്ടിയ അവസരമാണ്. ഈ അവസരം കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ പിന്നെ ശ്യാമ മാഡത്തിനെ കാണാൻ അലഞ്ഞു നടക്കൊന്നും വേണ്ട. ഒന്നിച്ചിരിക്കാം നിങ്ങൾക്ക്. അല്ല രഞ്ജൻ, ആ കുട്ടിക്ക് ശ്യാമ മാഡത്തിന്റെ ശരിക്കും അതേ രൂപമല്ലേ? അതെ, ഞാനവിടെ വെച്ച് പറയണ്ടെന്ന് വെച്ചിട്ടാ. പ്ലീസ് പ്ലീസ്, ഇങ്ങനത്തെ ഒരു ചർച്ചയൊക്കെ ഇക്കാലത്ത് അപകടം. ശ്യാമമ്മയുടെ ഒരു സെലിബ്രിറ്റിയാ. ഒരു ഗോസിപ്പ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക ആളുകൾ. നമ്മളിപ്പോൾ അവർ തമ്മിലുള്ള സാമ്യമൊന്നും നോക്കണ്ട. നമുക്ക് പാട്ടെടുക്കണം. ആ കുട്ടി ഓക്കെ ആയാൽ മതിയായിരുന്നു. ചെറിയൊരു തലവേദനയായിട്ടിരിക്കുക. ടാബ്ലറ്റ് ഇപ്പൊ കഴിച്ചതേ ഉള്ളൂ. എന്താ ശ്രീ? സോറി മാം, ആ കുട്ടി എത്ര ശ്രമിച്ചിട്ടും ഓക്കെ ആയില്ല. അത് തിരിച്ചുപോയി. പകരം ഒരു കുട്ടി ഓക്കെ ആയിട്ടുണ്ട്. നന്നായിട്ട് പാടുന്ന കുട്ടിയാ. മാം ഒന്ന് വരികയാണെങ്കിൽ
ഒരു കാര്യം ചെയ്യൂ ശ്രീ, ആ കുട്ടിയുടെ പോർഷൻ അങ്ങ് പാടിക്കോട്ടെ. ഞാൻ വന്നിരിക്കുമ്പോ ആ കുട്ടിയും ടെൻഷനായാലോ. മാത്രമല്ല എനിക്കൊന്ന് റെസ്റ്റ് ചെയ്യണം. എന്നാ ഓക്കെ മാം, ഞാൻ ആ കുട്ടിയെ കൊണ്ട് പാടിക്കാം. മേഡം ഓക്കെ ആണെന്ന് പറഞ്ഞാൽ മാത്രമേ ഞാനത് ഫിക്സ് ചെയ്യൂ. എന്താ ശ്രീ ഇതൊക്കെ? അതൊക്കെ നിങ്ങളുടെ ഡെസിഷൻ അല്ലേ. എന്റെ ഭാഗത്തുനിന്ന് തനിക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ആ ഉറപ്പ് മതിയല്ലോ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയപ്പോൾ പ്രൊഡ്യൂസർ കുറച്ച് വയലൻ്റാ, അതുകൊണ്ടാ. തന്നെ എനിക്ക് എത്ര നാളായിട്ട് അറിയാവുന്നതാ. താനൊരു കാര്യം ചെയ്യും, ആ കുട്ടിയെ കൊണ്ട് പാടിക്ക, ഞാൻ വന്നോളാം. ശരി മാഡം. ശ്യാമ ഇത്ര ലിബറൽ ആവേണ്ട കാര്യമൊന്നുമില്ല. ചില കാര്യങ്ങളിൽ അല്പം സ്റ്റേൺ ആവുന്നത് നല്ലതാ. ചേച്ചി, ജീവിതം എനിക്കൊരിക്കലും ഒരു മത്സരമല്ല. അതുകൊണ്ട് ആരെയും തോൽപ്പിക്കണമെന്ന് ഒരു കാലത്തും എനിക്ക് തോന്നിയിട്ടുമില്ല. പുതിയതായിട്ട് പാടാൻ വരുന്നൊരു പെൺകുട്ടി, അവളുടെ മനസ്സിലെ പ്രതീക്ഷകൾ എത്രത്തോളായിരിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ കൂടെ പാടില്ല എന്ന് പറയുന്ന ഒരു നിമിഷം മതി, ആ പെൺകുട്ടിയുടെ ഫ്യൂച്ചർ തന്നെ ഇല്ലാണ്ടാവും. ഇപ്പൊ തൽക്കാലം നമുക്ക് ആവശ്യത്തിന് സമയമുണ്ടല്ലോ, അത് നടക്കട്ടെ. പുണ്യം കുടഞ്ഞ പനിനീരിൽ നീരാടുന്നുണ്ട്. തുടങ്ങാം. ഓക്കെ അല്ലേ? രാധിക തുടങ്ങാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.